നിങ്ങളെ മൂന്നുപേരെയും ഒരേ സെക്ഷനിൽ തന്നെ ജോലിക്ക് നിർത്താൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. അവിടെ ഒരു കരുണാകരനും നന്ദനും ഉണ്ട്. ആർക്ക് എന്ത് ജോലി കൊടുക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. ഒരാൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് പാക്കിംഗ് ജോലിയായിരിക്കും, ഒരാൾക്ക് ക്ലീനിങ് ആയിരിക്കും, മറ്റൊരാൾ ലോഡിങ്ങിലായിരിക്കും. പക്ഷെ എവിടെയായാലും നിങ്ങൾ മൂന്നുപേരും ഗോഡൌണിൽ എത്തിയിരിക്കും. റെഡിയാവുന്ന ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുന്നത് അവിടെയാണ്. ഇങ്ങനെയായിരിക്കും സ്റ്റഫ് ഉണ്ടാവുക. കയറ്റി അയക്കാൻ പോകുന്ന ഡ്രസ്സിന്റെ എണ്ണത്തിന് കണക്കായി ഇതുപോലുള്ള പാക്കറ്റുകൾ നിങ്ങൾക്ക് ഞാൻ തരും. ജീൻസിന്റെയും ഷർട്ടിന്റെയും പോക്കറ്റിലും കൈമടക്കിലും മറ്റും ഒളിപ്പിച്ചു വെച്ച് നിങ്ങളത് ഗോഡൌണിൽ എത്തിക്കണം. നിങ്ങൾ പുതിയ ആൾക്കാരായതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളെ വാച്ച് ചെയ്യും. പക്ഷേ അവർക്ക് ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിലായിരിക്കണം നിങ്ങളവിടെ പെരുമാറേണ്ടത്. ഡ്രസ്സ് പാക്ക് ചെയ്ത് സീൽ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഡ്രസ്സിൻ്റെ ഇടയിലും ഞാൻ തരുന്ന ഈ സ്റ്റഫ് നിങ്ങൾ തിരികെ കയറ്റണം. കുറെ ചെക്കിങ്ങുകൾ കഴിഞ്ഞിട്ടാണ് ഓരോ ബോക്സും ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയും ശ്രദ്ധയോടെ വേണം നിങ്ങൾ ഓരോ പൊതിയും വെക്കാൻ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ട് സാർ. അരവിന്ദ് പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ? മനസ്സിലായി. ബാക്കിയെല്ലാം നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക, കേട്ടല്ലോ? എനിക്ക് അരവിന്ദിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങളങ്ങോട്ട് മാറിയിക്ക. എടാ, കുറച്ചു മുമ്പേ അനിരുദ്ധൻ എന്നെ വിളിച്ചിരുന്നു. അവന് നല്ല പേടിയുണ്ട്. അവനെന്താ പറഞ്ഞ്? നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നല്ലേ വലിയൊരു കുഴിയിലേക്ക് പതിച്ചത്. അതിൽ നിന്ന് കരകയറാനുള്ള ഒരു വഴിയത്. ജയിച്ച PKRന്റെ കമ്പനി പോലുള്ള 10 കമ്പനികൾ നമുക്ക് തുടങ്ങാൻ കഴിയും.